എല്ലാവർക്കും സീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വളരെ വൈകിയാണ് എണീറ്റത്. ജനൽപ്പാളികൾ കടന്ന് കിടക്കവരിയിൽ സൂര്യപ്രകാശം എത്തിയത് കണ്ടിട്ടാണ് ഉണർന്നത്. അധികം നീണ്ടു നിൽക്കാതെ തന്നെ പ്രകാശത്തെ മങ്ങിച്ച് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുള്ള അന്തരീക്ഷമായിരുന്നു. മുറ്റത്ത് കൂടുതൽ ഇലകൾ വീഴാനില്ലാത്തത് കൊണ്ട് മുറ്റം നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങിങ്ങായിട്ട് ചെടികളുടെ പൂക്കൾ മാത്രമാണ് മുറ്റത്തുണ്ടാവുക. തിരിമുറിയാതെ മഴ പെയ്തു കഴിഞ്ഞാൽ ചെടികൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ബെഡ് നന്നാക്കിയിടലാണ്. ബെഡൊക്കെ അലങ്കോലമായിട്ടുണ്ട്. ഇന്നലെ ഞാൻ മൊബൈലിൽ എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയി. ആ കാരണം കൊണ്ട് ബെഡിൽ എക്സ്ട്രാ മുകളിൽ ഷീറ്റ് വിരിക്കാതെയാണ് ഉറങ്ങിയത്. എന്നാലും കൂടുതൽ ചീത്തയാവാതെ തന്നെ റെഡിയാക്കി വെച്ചു. ഇന്നലെ ബെഡിലേക്ക് എക്സ്ട്രാ തലയണയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ. അപ്പോൾ ആ ഒരു തലയണ കവറ് നമ്മൾ പഴയ ബെഡ്ഷീറ്റ് എടുത്തിട്ട് തലയണ കവർ അടിക്കുകയാണ് ചെയ്തത്. ശനിയാഴ്ച രാത്രി മിക്കവാറും ഞാൻ ഇതുപോലെയുള്ള ജോലികളിലൊക്കെ ആയിരിക്കും. കാരണം ഞായറാഴ്ച അവധി ആയതുകൊണ്ട് നേരത്തെ എണീക്കണ്ടല്ലോ. ഇതുപോലെ കോഫി കളറുള്ള തലയണ കവർ തന്നെ ഷീറ്റ് ഉണ്ടായിരുന്നു പഴയത്. അതെടുത്തിട്ട് തലയണ കവർ അടിച്ചു. അപ്പോൾ ബെഡിൻ്റെ തലയണയുടെ ഭാഗത്തുള്ള സെറ്റിങ്സ് ഒന്ന് മാറ്റണം എന്ന് കുറേ ദിവസമായിട്ട് ആഗ്രഹം. ഇതുപോലെ സൈഡിലൂടെ ഞാനിങ്ങനെ ഞൊറിവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് മാത്രമാണ് ഞൊറിവ് കൊടുത്തത്. നല്ല ടൈറ്റായിട്ട് നല്ല കവർ ചെയ്തിട്ടുള്ള ഓറയാണ് അടിച്ചിട്ടാക്കിയിട്ടുള്ളത്. അവസാന ലുക്ക് ഇങ്ങനെയായിരുന്നു. ഞെറിവുള്ള ഭാഗം തലയണയുടേത് മുകളിലായിട്ട് ഇങ്ങനെ വരും. പിന്നെ നമ്മുടെ ബാക്കി കുഷ്യനൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കിയിട്ടു. എനിക്ക് ബെഡ്റൂമും ഡൈനിങ് ഹാളൊക്കെ നല്ല ഭംഗിയോടെ കിടക്കണം, എന്നെങ്കിലും എൻ്റെ മനസ്സിന് തന്നെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ജോലികൾ ചെയ്യാനും എല്ലാത്തിനും ഒരു ആഗ്രഹമാണ് നമ്മുടെ വീട് നല്ല ഭംഗിയോടെ സെറ്റായി കിടക്കുമ്പോൾ. അപ്പോൾ രാവിലെ നമ്മൾ പുതിന ചായയാണ് കുടിക്കുന്നത്. രാവിലത്തെ മഴയുടെ ഒരു തിരക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ നമ്മുടെ കുക്കിങ്ങിൻ്റെ തിരക്കിലേക്കാണ് മാറിയിട്ടോ. ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങളുണ്ടാവും. തലേന്ന് രാത്രി തന്നെ മക്കൾ പറയും ബിരിയാണി വെക്കണമെന്ന്. അപ്പോൾ ഇന്ന് ബിരിയാണിയാണ് വെക്കുന്നത്. അതിലേക്കുള്ള ഓരോന്നും എടുത്ത് അരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ്. മല്ലിച്ചപ്പ് പൊതിനൊക്കെ തലേന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചോറ് നമ്മൾ പുറത്ത് വിറകടുപ്പിൽ വെച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും അവധിയുള്ള ദിവസം ഞാൻ പുറത്താണ് കുക്ക് ചെയ്യുക. പക്ഷേ ഇന്ന് മഴ പെയ്ത് നനഞ്ഞത് കൊണ്ട് ബാക്കിയൊക്കെ ഇവിടെയാണ് കുക്ക് ചെയ്യുന്നത്. വലിയ ചെമ്പിലാണെന്ന് ചോറ് വെക്കുന്നത്. ആദ്യം ഞാൻ ഉള്ളിയും അതുപോലെ മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ബിരിയാണിയുടെ റെസിപ്പി ഒന്നും ഒരാൾക്കും ഇപ്പോൾ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. ഈ ഒട്ടുമിക്ക ആളുകളും ബിരിയാണിയൊക്കെ വെച്ച് എല്ലാവരും നല്ല അറിവുള്ള ആളുകളായിട്ട് മാറി. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിയുടെ മസാല ചെറിയ തീയിൽ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ്. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ നമുക്ക്. ചിക്കൻ കുക്ക് ചെയ്യുന്ന സ്മെല്ല് കേട്ടിട്ട് ഒരാൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, എവിടെ നിന്നാന്നുള്ള നോട്ടാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ചിക്കന് വേറെ റെഡിയാക്കുന്നുണ്ട്. ബിരിയാണി ദമ്മിട്ടതിന് ശേഷം പിന്നെ ഡൈനിങ് ഹാള് അതുപോലെ മറ്റുള്ള റൂമുകളൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അകത്തുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി മപ്പ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കണം. ഞായറാഴ്ച മക്കളും കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീരും. അവരും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുമല്ലോ.
പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇസ്തിരി ചെയ്യാണ് കേട്ടോ. ചുരിദാറും സെയിൻ്റെ ഡ്രസ്സും ഒന്ന് ഇസ്തിരി ചെയ്യാണ്. മറ്റുള്ളവരതൊക്കെ ഓരോരുത്തരായിട്ട് തന്നെ ഇസ്തിരി ചെയ്യും. വളരെ കട്ടി ഉറഞ്ഞൊരു ടൈപ്പ് ചുരിദാറാണ്. നമ്മൾ സൂഡിയോയിൽ നിന്ന് എടുത്തതാണ്. വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു നല്ല ചുരിദാറാണ്. നമുക്ക് ഉള്ളിൽ ലൈനിങ് ഒന്നും ഇല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ്. വിലയും കുറവാണ് കേട്ടോ. നല്ല ക്ലോത്താണ്. വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സാണെങ്കിലും എനിക്ക് അന്നാന്നത് അയൺ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അങ്ങനെ ഡ്രസ്സ് അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞു. സെയിന് കുളിക്കുന്നുണ്ട്. അവൻ്റെ കുളി കഴിഞ്ഞിട്ട് കുളിക്കണം. കുളി കഴിഞ്ഞ് ക്രീമും എണ്ണയൊക്കെ സെയിനിന് ഞാൻ തന്നെ പുരട്ടി കൊടുക്കണം. അല്ലെങ്കിൽ അവന് അവിടെ താഴെയൊക്കെ ഒറ്റിച്ച് ആകെ വൃത്തികേടാക്കും. പിന്നെ ഈ ഒരു ക്രീം ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷിയ ബട്ടർ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ ഡോക്ടർ റാഷലിൻ്റെ വൈറ്റമിൻ സി ക്രീമും ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഷോർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് പോയി നോക്കുക കേട്ടോ. കുളിയും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നിസ്കരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹസ്ബൻഡിൻ്റെ കോളും കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാറുള്ളത്. ബെഡ്റൂമിൽ വെച്ചിട്ടാണ് നിസ്കരിക്കാറുള്ളത്. ബെഡ്റൂമിൽ ഭയങ്കര സൈലൻ്റാണ്. അതുകൊണ്ട് നമുക്ക് നിസ്കരിക്കുന്ന സമയത്ത് ശരിക്കും പ്രാർത്ഥിക്കാനൊക്കെ ആ ഒരു മൂഡാണ് നല്ലത്. പിന്നെ ഒരു മണിക്കൂർ ഹസ്ബൻഡിൻ്റെ കോളിൻ്റെ സമയമാണ്. ആ ഒരു കോള് കഴിയലും നമ്മൾ നേരെ കിച്ചണിലെത്തി. അപ്പോൾ നമ്മുടെ ബിരിയാണി വിളമ്പാണ്. കുട്ടികളൊക്കെ വിശന്ന് റെഡി ആയിരിക്കുന്നുണ്ട്. ഞായറാഴ്ചയും ശനിയാഴ്ചയാണ് നമ്മൾ ഒന്നിച്ചിരുന്ന് ഉച്ചയിലെ ഭക്ഷണം കഴിക്കാനുണ്ടാവുള്ളൂ. ബാക്കി കുട്ടികളൊക്കെ മറ്റുള്ള ദിവസങ്ങളിൽ സ്കൂളായിരിക്കുമല്ലോ. അപ്പോൾ മാക്സിമം ശനി ഞായർ ദിവസങ്ങളിൽ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് ഫുഡ് ഉണ്ടാക്കലും കഴിക്കലൊക്കെ. അങ്ങനെ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഒരു ഞായറാഴ്ചയിൽ നല്ല സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ബിരിയാണി നല്ല സ്മെല്ല് വരുന്നുണ്ട്. എല്ലാവരും ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. ടേസ്റ്റ് ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും. ശരിക്കും ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വെച്ച ബിരിയാണി തന്നെ ഞാൻ കഴിച്ച് എനിക്കതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാൻ അറിഞ്ഞൂടാ. അങ്ങനെ ഇന്നത്തെ ബിരിയാണി വിശേഷങ്ങളൊക്കെ തീർന്നു. ആകാശം വീണ്ടും ഇരുണ്ട് കൂടി വരുന്നുണ്ട്. മഴ വീണ്ടും പെയ്യും എന്ന് ഉറപ്പായി. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്കിവിടെ നിർത്താം. ഇനി ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റും എഴുതിയിടണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.